മരണപ്പെട്ട അല്ലെങ്കിൽ അപകടത്തിൽ പരിക്കേറ്റതും മരണപ്പെട്ടവരായ ആളുകളുടെ കുടുംബങ്ങൾക്ക് അഹമ്മദാബാദിലേക്ക് എത്താൻ, അതായത് നേരത്തെ ലിജോ സൂചിപ്പിച്ചതിന് തുടർച്ചയായി ഇവരുടെ DNA ടെസ്റ്റ് അടക്കം നടത്തേണ്ടതുണ്ട്, ആളുകളെ തിരിച്ചറിയേണ്ടതുണ്ട്. അതൊരു വലിയ നമ്മൾ എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടതെന്ന് പോലും ഇതുണ്ട്. അവരെ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ DNA ടെസ്റ്റ് നടത്തേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ ആളുകൾക്ക്, കുടുംബങ്ങൾക്ക് അഹമ്മദാബാദിലേക്ക് എത്താൻ, അഹമ്മദാബാദിലെ സിവിൽ ആശുപത്രിയിലേക്കും ജില്ലാ ആശുപത്രിയിലേക്കും എത്താൻ ആവശ്യമായ ഫ്ലൈറ്റുകൾ എയർ ഇന്ത്യ തന്നെ ഓപ്പറേറ്റ് ചെയ്യും. അത് രാജ്യത്തിൻ്റെ വിവിധ ഭാഗത്തു നിന്നും ലോകത്തിൻ്റെ വിവിധ ഭാഗത്തു നിന്നുള്ള ആളുകളുണ്ട്. ബ്രിട്ടനിൽ നിന്ന് 53 പേരുണ്ട്, പോർച്ചുഗലിൽ നിന്ന് 7 പേർ ഉണ്ടായിരുന്നു വിമാനത്തിൽ, ഒരാൾ കാനഡയിൽ നിന്നുണ്ട്. ഇവർക്ക് എല്ലാവർക്കും, ഈ കുടുംബങ്ങൾക്ക് അഹമ്മദാബാദിലേക്ക് എത്താൻ ആവശ്യമായ 2-ലധികം ഫ്ലൈറ്റുകൾ, വിമാനങ്ങൾ എയർ ഇന്ത്യ തന്നെ ഓപ്പറേറ്റ് ചെയ്യും എന്ന കാര്യം എയർ ഇന്ത്യ ഇപ്പോൾ ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട്. അതായത് ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ DNA ടെസ്റ്റ് നടത്തേണ്ടതുണ്ട്, ഈ ആളുകൾക്ക് തിരിച്ചറിയേണ്ടതുണ്ട്. ഈ ആവശ്യങ്ങൾക്കായിട്ട് ഇതൊരു പക്ഷേ വലിയ വേദനയുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ അവർക്കായിട്ട് പ്രത്യേകം വിമാനങ്ങൾ തയ്യാറാക്കി അയക്കുന്നുണ്ട്. എയർ ഇന്ത്യ തന്നെയാണ് അത് ഓപ്പറേറ്റ് ചെയ്യുക എന്ന കാര്യമാണ് എയർ ഇന്ത്യ നൽകുന്ന വിവരം. മറ്റൊന്ന്, നേരത്തെ സുജിത്ത് സൂചിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് ഒരു വിവരം കൂടി. അത്ഭുതകരമായി രക്ഷപ്പെട്ട, അല്ലെങ്കിൽ അപ്രതീക്ഷിതമായി അത്ഭുതകരമായി രക്ഷപ്പെട്ട ആ യുവാവിനെ സംബന്ധിച്ച് അദ്ദേഹം എമർജൻസി വാതിലിനോട് ചേർന്നുള്ള സീറ്റിലാണ് ഇരുന്നിരുന്നത് എന്ന കാര്യം ഇപ്പോൾ സ്ഥിരീകരിക്കുകയാണ്. എങ്ങനെയാണ് അദ്ദേഹം രക്ഷപ്പെട്ടത് എന്ന കാര്യത്തിൽ വലിയ ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട്. ഇത്രയും വലിയ ഒരു അപകടം, പൂർണ്ണമായും കത്തി അമർന്നൊരു വിമാനം, ആ വിമാനത്തിൽ നിന്ന് എങ്ങനെയാണ് അദ്ദേഹം രക്ഷപ്പെട്ടത് എന്ന കാര്യത്തിൽ ചർച്ചകൾ നടക്കുന്നു. അതിന് ഉത്തരം എന്ന രൂപത്തിലാണ് കാര്യങ്ങൾ വരുന്നത്. അദ്ദേഹം എമർജൻസി വാതിലിൻ്റെ ആ വാതിലിനോട് ചേർന്നുള്ള സീറ്റിലാണ് ഇരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ സാധ്യത കൂടുതലാണ് എന്ന കാര്യം സ്ഥിരീകരിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ. ഹർഷൻ.